ആ കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മന്തിയാണ്, ചിക്കൻ മന്തിയാണ്. 2 കിലോ ചിക്കന് 2 കിലോ അരിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇത് ഒരു 10-16 പീസോളം ഉണ്ടാവും. ഇതിന് നമുക്ക് ചെറിയ ഹോളുകൾ ഉണ്ടാക്കി നല്ല മസാല അതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതിനൊന്നും ആവശ്യമില്ല. കുറച്ച് മസാല ഉപയോഗിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഈ ചിക്കനെ കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം. ഇതിലേക്ക് മല്ലിയില, പുതിന, ക്യാപ്സിക്കം, ഉണക്കനാരങ്ങ, ചിക്കൻ ക്യൂബ്സ്, ഗരം മസാല നമുക്ക് ചൂടാക്കി പൊടിച്ചെടുക്കാം. നമുക്കൊരു പാത്രം എടുക്കാം. അതിലോട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇടാം. അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം 2 എണ്ണം ചെറിയ പീസായി കട്ട് ചെയ്തതും ഇടാം. ക്യാപ്സിക്കൊക്കെ ഇതിൽ എത്ര ഇട്ടാലും ഇത് ചൂടാവുമ്പോൾ അതൊക്കെ അലിഞ്ഞു പോവും. നമുക്ക് ഇതിലോട്ട് 2 പിടി മല്ലിയിലയാണ് വേണ്ടിയത്. മല്ലിയില ചെറുതായി കട്ട് ചെയ്താണ്, അത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇനി അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പിടി പുതിനയിലുണ്ട്, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 4 ചിക്കൻ ക്യൂബ്സ് ഇടുന്നുണ്ട്. 2 കിലോ ആയതുകൊണ്ടാണ് 4 ഇടുന്നത്. സാൾട്ടിൻ്റെ ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഉപ്പ് അധികം ഇടേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് മിക്സ് ആയിക്കോളും. ചൂടാക്കി പൊടിച്ച് വെച്ച ഗരം മസാലപ്പൊടി നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിൽ നമ്മൾ പട്ട, നല്ല ജീരകം, ഏലക്ക അതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ പൊടിച്ചിട്ടുള്ളത്. നല്ലൊരു സ്മെല്ല് കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ പറയും, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറോ സാധാ മുളക് പൊടിയോ ഒക്കെ ആയി ഒരു വലിയൊരു സ്പൂണ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടി കുറച്ച് ഉപ്പ് നമുക്ക് അതും കൂടി ചേർക്കാം. 2 കിലോ ചിക്കൻ ഉണ്ടായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടാതെ നമുക്ക് ഒരു മന്തി മസാല കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, നിർബന്ധമൊന്നുമില്ല, കുറച്ചുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒരു 1/4 കപ്പ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ആകെ ഉപയോഗിക്കുന്ന എണ്ണ ഇത് മാത്രമേ ഉള്ളൂ. അരിയിലോ വേറെ ഒന്നിലോ നമ്മൾ ഇതുപോലെ എണ്ണ ഉപയോഗിക്കണില്ല. ആകെ ഈ എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഈ കുഴിമന്തി ഫുള്ളായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വിനെഗറും കൂടി ഇതിലേക്കോട്ട് ചേർക്കാം. കുഴിമന്തിയിലെ ചിക്കന് നല്ല കളറ് കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളറ് കുറച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ചിക്കനിൽ ഇത് നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്കിത് മസാല നന്നായിട്ട് ചിക്കനിലോട്ട് ഉള്ളിലോട്ട് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം 1/2 മണിക്കൂറെങ്കിലും നമുക്കത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ എത്ര നേരം ഇരിക്കണോ അത്രയും നല്ല മസാല പിടിക്കും. മിനിമം 1/2 മണിക്കൂറെങ്കിലും വെക്കണം. ഇപ്പോൾ 1/2 മണിക്കൂറാണ് നമ്മളിത് ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നത്. മന്തി ഉണ്ടാക്കാനുള്ള വലിയൊരു പണിയാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി ചെറിയ 2 പണി മാത്രമേ ഉള്ളൂ. അരി വേവിക്കണം, പിന്നെ ഈ ചിക്കൻ വേവിച്ചിട്ട് അതിലോട്ട് കൊട്ടും വേണം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അരി വെള്ളത്തിലിട്ട് വെക്കാം. ബസ്മതി റൈസാണ് ഇതിലോട്ട് വേണ്ടിയത്. കുറച്ച് നീളമുള്ള അരിയാണ്. അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെക്കാം. വെള്ളത്തിലോട്ട് ആദ്യം നമ്മൾ പട്ട, ഗ്രാമ്പു ഒക്കെ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഉണക്കനാരങ്ങ 2 എണ്ണം ഇട്ട് കൊടുക്കണം. ഇത് കടയിൽ നിന്നൊക്കെ ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. കല്ലുപ്പാണ് അത്രയും നല്ലത്. അത് ഇട്ട് ചേർത്ത ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അരി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ നമ്മൾ വേവാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. സിമ്മിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അടി പിടിക്കും. നമുക്ക് അതിലോട്ട് കുറച്ച് കുരുമുളക് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ട് ചിക്കന്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10-20 മിനിറ്റ് മതി. നമ്മൾ വെച്ചതുപോലെയല്ല, ചിക്കൻ ചൂടാവും തോറും വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇനി കുറച്ച് കുരുമുളക് കഴുകിയിട്ട് നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അരി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ഊറ്റിയെടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് കൊടുക്കാം. മുഴുവൻ അരി ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 90% വെന്താൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം. പെട്ടെന്ന് അരി വേവ് കൂടി പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ചിക്കൻ വെന്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ അടിയിൽ കുറച്ചൊരു വെള്ളം നിൽക്കുന്നത് കാണാൻ പറ്റും നമുക്ക്. അതിനെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ സൈഡിലൊക്കെ കണ്ട ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ കാണുന്നുണ്ട് കുറച്ച് വെള്ളം. അതാ മസാലകളൊക്കെ അലിഞ്ഞ് ചേർന്നതാണ്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം. അരി ഇപ്പം നല്ല തിളച്ച് വരുന്നുണ്ട്.
എന്താ കണ്ട നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് വേഗം ഇതിനെ ഒരു ഓട്ടപാത്രത്തിലോട്ട് നമുക്ക് ഊറ്റിയ ചോറ് 2 പാത്രം നിറയെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചിക്കന് ഗ്യാസ് ഓഫാക്കിയ ശേഷം നമുക്ക് ഇറക്കി വെച്ച് അതിലോട്ട് നമുക്കിത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ കൊട്ടി കൊടുക്കണം. ആദ്യം നമ്മൾ ഒരു പാത്രം ചോറ് ആദ്യം കൊട്ടി കൊടുക്കുക. ചോറിട്ട് കൊടുത്താൽ ആ പാത്രത്തിൻ്റെ സൈഡിലുള്ള ചോറുകളൊക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് വടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചോറിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ, നല്ല റെഡ് കളർ യെല്ലോ കളറൊക്കെ ആയിട്ട്, അതുപോലെ നമ്മൾ അങ്ങനെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളർ ഒരു 4-5 ഡ്രോപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടാതെ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും നമ്മൾ ഇതോടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫുഡ് വാങ്ങാൻ കിട്ടും. ഇനി ഇതിന് മുകളിലായിട്ട് അടുത്ത പാത്രത്തിലുള്ള ചോറും കൂടി മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ചോറ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നിരത്തി കൊടുക്കുക. ഈ ബാക്കിയുള്ള കളറും കൂടി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഈ കുഴിമന്തിയുടെ ഫൈനൽ സ്റ്റേജാണ്. ഇനി ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ചാർക്കോൾ എടുത്തതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് വെക്കാം. ഇപ്പോൾ ഇവിടെ ചോറ് ഉണ്ടാക്കിയത് അടുപ്പിൽ വെച്ചതായതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് കനലെടുത്തതാണ്. നമുക്കിത് നല്ല ചൂടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഓയിൽ ഒഴിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പുക വരും. അതുപോലെ ആ പുക വെളിയിലോട്ട് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ പെട്ടെന്ന് അടച്ചു വെക്കാം. ലാസ്റ്റ് നമുക്ക് ചോറ് തുറന്ന് നോക്കുമ്പോൾ മൊത്തത്തിലൊരു പുകയുടെ സ്മെല്ലായിരിക്കും കിട്ടുക. ഇനി ഇതിനെ ആദ്യം ഒരു പത്തിരിക്കല്ല് വെച്ച ശേഷം വേണം വെക്കാൻ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക. ലൈറ്റായിട്ട് തീ കത്തണം. 15 മിനിറ്റോളം നമുക്ക് ഇതുപോലെ വെക്കാം. 15 മിനിറ്റ് ആകുമ്പോൾ മുകളിലത്തെ വെള്ളം ലൈറ്റായിട്ട് ചൂടാവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇത് ഇറക്കിയിട്ട് തുറന്ന് നോക്കാം. നമുക്ക് ഇതുപോലെ കിട്ടും. ഇന്നലൊക്കെ ഇട്ടിട്ട് ഇത് അതുപോലെ ഉണ്ടാവും. പിന്നെ ആ ചോറിന് ഫുൾ ആ സ്മെല്ലായിരിക്കും. ആ ചാർക്കോൾ മാറ്റിയിട്ട് നമുക്ക് ചോറ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അത് ആദ്യം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആ കളറുകളൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ചോറ് മാത്രം നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മിക്സ് ആക്കി അടിഭാഗം ചിക്കന്മേ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം കോരിയെടുക്കാൻ. കോരി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇത് അതുപോലെ ഇങ്ങനെ മാറ്റി വെക്കാം. ഈ അതിൻ്റെ ചിക്കൻ ഉണ്ട്, ചിക്കൻ മാത്രം ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മസാല ഒറ്റ അടിഭാഗത്ത് ഉണ്ടാവും. ആ മസാലയിലോട്ട് നമ്മൾ എടുത്തു വെച്ച ചോറ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടിമറിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല കളർഫുള്ള് മന്തി ചോറ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. നല്ലൊരു സ്മെല്ലാണ്. ചോറിന് നല്ല ചാർക്കോളിൻ്റെ സ്മെല്ലും ഉണ്ട്. ചോറൊക്കെ ഇപ്പോൾ റെഡിയായി. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ചോറിട്ട് അതിൻ്റെ മേലെ ചിക്കൻ വെച്ച് സാലഡ് ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. ചോറ് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല, നിറയെ കഴിക്കാൻ തോന്നും. അത്രക്ക് നിറയെ റൈസും ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക.